ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് സെപ്റ്റംബർ മാസത്തിൻ്റെ ജനറൽ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇത് സാജിറ്റേറിയസ് സൺ മൂൺ അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും എല്ലാം മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ഒരു ബുക്കിംഗ് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്കെല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. പേഴ്സണൽ റീഡിങ്സിൽ എന്താ വെച്ചാൽ അത് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ അനുസരിച്ചിട്ടാണ്, നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടിച്ചാൽ ഇമെയിൽ ചെയ്യാം, ഇല്ലെങ്കിൽ എൻ്റെ വെബ്സൈറ്റിലും മെസ്സേജ് ചെയ്യാം. ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്, അവിടെയും എന്നെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെയും മെസ്സേജ് ചെയ്യാം എന്നെ. നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ. എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ചാനലിൻ്റെ മെമ്പർ ആവാൻ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മെമ്പർ ആവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് സെപ്റ്റംബർ മാസത്തിൻ്റെ മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ സാജിറ്റേറിയസ് എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി നമ്മൾക്ക് നോക്കാം. സെപ്റ്റംബർ മാസത്തിൻ്റെ ഓവറോൾ എനർജി നിങ്ങളുടെ 7 ഓഫ് സോഡ്സ് ആണ്. പാസ്റ്റിൻ്റെ എനർജി 4 ഓഫ് wands. കറൻറ്റ് എനർജി 6 ഓഫ് കപ്സ്. ഫ്യൂച്ചറിൽ മജിഷ്യൻ. ചാലഞ്ചിൽ നിങ്ങൾക്ക് ഡെവിൽ. അഡ്വൈസ് നിങ്ങൾക്ക് നൈറ്റ് ഓഫ് കപ്സ്. സർപ്രൈസ് ഫാക്ടറിൽ ക്വീൻ ഓഫ് സോഡ്സ്. ഔട്ട്കം നിങ്ങളുടെ ഈ കാർഡ്. അപ്പോൾ സാജിറ്റേറിയസ് ഇവിടെ 7 ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. എന്തോ നടക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം ആയിരിക്കാം. ഇതൊരു ചീറ്റിങ്ങിൻ്റെ എനർജിയാണ്. ഓക്കെ, ഒരു നെഗറ്റീവ് എനർജിയാണ് ഇത്. പക്ഷേ ഈ സിറ്റുവേഷൻ ഒരു ടെമ്പററി സിറ്റുവേഷനാണ്. നിങ്ങളുടെ അഗൻസ്റ്റ് ആയിട്ട് ആരോ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിനെ സാബോട്ടാജ് ചെയ്യാനുള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ കരിയറിലോ ഇല്ല വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തോ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കേണ്ട എന്തോ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും ഈ മാസം. ആൻഡ് നിങ്ങൾ മൂവ് ഓണും ചെയ്യുന്നുണ്ട്. പറഞ്ഞാൽ ഈ സിറ്റുവേഷൻ കുറച്ചൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ്, പക്ഷേ അതിന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യണു, ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് പോകണു. എസ്പെഷ്യലി ഫിനാൻഷ്യലി നിങ്ങൾക്ക് സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ചില സ്കാംസ് ഇല്ല വെച്ചാൽ ചിലവർ നിങ്ങളുടെ പൈസ എടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചീറ്റിങ്ങിൻ്റെ എനർജി കാണാണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത് നിങ്ങൾ എന്തോ ഒരു ഡിഫിക്കൽട്ട് സമയമായിരുന്നു, പക്ഷെ അത് വിട്ടിട്ട് ഇപ്പോൾ മുമ്പോട്ട് പോകണു. ഓക്കെ, 4 ഓഫ് wands ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. 4 ഓഫ് wands ഒരു സെലിബ്രേഷൻ്റെ എനർജിയാണ്. വീട് വാങ്ങിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ. അതല്ല വെച്ചാൽ ഇതൊരു മാരേജിൻ്റെ കാർഡാണ്. ഓക്കെ, എന്തോ ഒരു കംപ്ലീഷൻ ഇവിടെ കാണാണ്ട്, എന്തോ ഒരു സിറ്റുവേഷനിൽ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവരുടെ മാരേജ് ഉണ്ടായിട്ടുണ്ടാവും. ഇല്ല വെച്ചാൽ നിങ്ങളുടെ എന്തോ ഒരു ഫാമിലി സിറ്റുവേഷനിൽ ഒരു മാറ്റം വന്നു. ഇല്ല വെച്ചാൽ ഒരു റിലേഷൻഷിപ്പിൽ എന്തോ ഒരു പ്രശ്നം വന്നിട്ട് അവിടെ എന്തോ ഒരു ചതിയുടെ എനർജി കാണാണ്ട്. പറഞ്ഞാൽ ആരോ നിങ്ങളെ ചതിച്ച പോലെ, ആരോ നിങ്ങളെ ചീറ്റ് ചെയ്ത പോലെ. ഓക്കെ, അപ്പോൾ എന്തോ ഒരു എൻഡിങ് ഉണ്ട് ഇവിടെ. പക്ഷേ ഈ മാസം ആ പേഴ്സൻ്റെ കൂടെ ഞാൻ ആ പേഴ്സൺ തിരിച്ചു വരണ എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ് ഈ 6 ഓഫ് കപ്സ്? ഇവിടെ ഒരു റീകൺസിലിയേഷൻ്റെ എനർജി ഉണ്ട്. ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ പോകുന്നുണ്ട്, ഒരു ന്യൂ ബിഗിനിങ്. ഇപ്പോൾ ഈ സെയിം പേഴ്സൺ അല്ല വെച്ചാൽ ഇത് നിങ്ങൾക്ക് അറിയണ ഏതോ ഒരു പേഴ്സണാണ്. എന്നുവെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളുടെ പാസ്റ്റിൻ്റെ കണക്റ്റഡ് ആയിട്ടൊരു പേഴ്സണാണ്. അപ്പോൾ പാസ്റ്റ് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആവാം, ഇല്ല വെച്ചാൽ മുമ്പേ നിങ്ങൾ എപ്പോഴും മീറ്റ് ചെയ്തു, ഇപ്പോൾ ഈ പേഴ്സൺ തിരിച്ചു വരണു, അങ്ങനെയും ആവാം. ഇത് ഈ മാസം തന്നെയാണ് ഉണ്ടാവാൻ പോണേ. കുറേ അൺഎക്സ്പെക്റ്റഡ്ലി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യില്ല ഒട്ടും.
ഇതുണ്ടാവണത് ഒരു സഡൻ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലേച്ച സഡൻ മെസ്സേജ് ആയിരിക്കും, ഇല്ലേച്ച അവർ സഡൻലി നിങ്ങളെ കോൾ ചെയ്യും. അങ്ങനത്തെ എന്തോ ഒരു മെസ്സേജോ കോളോ അങ്ങനെയാണ് ഞാനിവിടെ കാണുന്നത്. മജിഷ്യൻ നിങ്ങൾ എന്തോ പുതിയതായി മാനിഫെസ്റ്റ് ചെയ്യണു ഫ്യൂച്ചറിൽ. ഇതെന്താണ് നിങ്ങളൊരു പുതിയ റിലേഷൻഷിപ്പാണ് മാനിഫെസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, കുറേ ട്രാവലിൻ്റെ എനർജി കാണാണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകണു ലൈഫിൽ, എന്തോ ഒരു റിലേഷൻഷിപ്പും മുമ്പോട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം ഡെവിലാണ്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു വലിയ റെവലേഷൻ ഉണ്ടാവാൻ പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ആരോ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയുണ്ടാവില്ല. എംപ്രസ് എനർജി ഇവിടെ ഒരു ഫീമെയിൽ എനർജിയാണ് ഞാൻ കാണുന്നത്. ഒരു മദറുടെ എനർജി കാണാണ്ട്, ഓക്കെ, എന്തോ ഒരു സീക്രട്ടിൻ്റെ എനർജി കാണാണ്ട്. അപ്പോൾ എന്തോ ഒരു വലിയ കാര്യം, നിങ്ങൾക്ക് അറിയാത്ത കാര്യം പുറത്തു വരാൻ പോകുന്നുണ്ട്, റിവീൽ ആവാൻ പോകുന്നുണ്ട് ഈ മാസം. ഓക്കെ, അപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് ആണ് അഡ്വൈസ്. നൈറ്റ് ഓഫ് കപ്സ് എന്താണ് ഇവിടെ? അപ്പോൾ ഇവിടെ ഒരു പുതിയ ലവ് റിലേഷൻഷിപ്പ് ഞാൻ കാണുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങളോടൊരു ചോയ്സ് എടുക്കാനാണ് പറയണത്. എന്നുവെച്ചാൽ ഇവിടെ കിങ് ഓഫ് വോൺസ് നിങ്ങളുടെ എനർജിയാണ്, പക്ഷേ ലവേഴ്സ് ഒരു റിലേഷൻഷിപ്പിൽ ഒരു ചോയ്സ് ഉള്ള എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സണും ഉണ്ടാവും, ഒരു പാസ്റ്റ് പേഴ്സണും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടി വരും ഏത് പേഴ്സണാണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഉണ്ടാവുകയെന്ന്. ആ ചോയ്സ് നിങ്ങളുടെ ആയിരിക്കും. ക്വീൻ ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ. അപ്പോൾ ഏതോ ഒരു പേഴ്സണിൻ്റെ ട്രൂ ഫേസ് റിവീൽ ആവാൻ പോകണ്ട. ഞാൻ പറഞ്ഞ മാതിരി ഏതോ ഒരു പേഴ്സൺ നിങ്ങളോട് എന്തോ ശരിയായി പറഞ്ഞാൽ അവരെന്തോ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാണ്ട് എന്തോ ഒരു കാര്യം ഒളിപ്പിച്ച് ചെയ്യുന്നുണ്ട്. ഈ കാര്യം പുറത്ത് വരാൻ പോകുന്നുണ്ട്. ഈ കാര്യം പുറത്ത് വരുമ്പോൾ നിങ്ങൾക്ക് കുറേ സ്ട്രെസ് ഉണ്ടാവും. പക്ഷേ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാതിരി എനർജിയും ഉണ്ട്. ഇല്ല വെച്ചാൽ ഇത് വർക്ക് റിലേറ്റഡ് ആണ് വെച്ചാൽ ജോലിയിൽ എന്തോ ആരോ നിങ്ങളുടെ ജോലി സാബോട്ടാജ് ചെയ്യാൻ നോക്കണു. 7 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. എന്തോ നിങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു, എന്തോ ഒരു റിവാർഡിന് വേണ്ടിയിട്ട്, ഇല്ല വെച്ചാൽ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മെസ്സേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു, ഒരു കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷേ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ എന്തോ ഈ കാര്യം പുറത്തു വരുമ്പോൾ നിങ്ങൾക്കെല്ലാം ക്ലിയറായി മനസ്സിലാവും. ഹാങ്ഡ് മാൻ, കുറച്ച് സമയമെടുക്കും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ. പേജ് ഓഫ് പെൻറ്റിക്കിൾസ്, ഔട്ട്കം. ഇവിടെ നിങ്ങൾ ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണത്. കുറേ ഒരു സ്റ്റാഗ്നൻറ്റ് സിറ്റുവേഷൻ വരും നിങ്ങളുടെ ലൈഫിൽ. പക്ഷേ യൂണിവേഴ്സ് നിങ്ങളെ ഒരു പുതിയ ഡിറക്ഷനിലേക്കാണ് കൊണ്ടുപോണത്. ഓക്കെ, ഇത് പാസ്റ്റിനെ കംപ്ലീറ്റ്ലി നിങ്ങൾ വിട്ടിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകണു. അപ്പോൾ ആ പുതിയ ബിഗിനിങ് കുറേ എബണ്ടൻസ് കൊണ്ടുവരുന്നുണ്ട്, കുറേ ഹാപ്പിനെസ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ മുമ്പ് ഈ പാസ്റ്റിൻ്റെ കാര്യം കംപ്ലീറ്റ്ലി നിങ്ങളുടെ ലൈഫിന് പോയി കഴിഞ്ഞിട്ടേ ഈ പുതിയ കാര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ പുറപ്പാടാണ് ഈ മാസം. ഓക്കെ, യൂണിവേഴ്സ് അതാണ്, അങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുപോണത് ആ ഡിറക്ഷനിലേക്ക്. അപ്പോൾ എന്താണ് ഇവിടെ റിക്കവറി എന്നുണ്ട്. അപ്പോൾ റിക്കവറി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് റിക്കവറിയും ആവാം, നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് റിക്കവറി ആവാം. അൺലൈക്ലി വന്നിട്ടുണ്ട്, എന്തോ വർക്കൗട്ട് ചെയ്യില്ല എന്ന് ആണ് പറയണത് ഇവിടെ യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് ആ ഹോപ്പ് ഉണ്ട് വെച്ചാൽ എന്തോ ശരിയാവണില്ല, അവിടെ വർക്കൗട്ട് ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് സാജിറ്റേറിയസ്. ഇവിടെ സൈൻസ് ഞാൻ കണ്ടത് ടോറസ് എനർജി ഉണ്ട്, ലീബ്ര ഉണ്ട്, പൈസീസ് ക്യാൻസർ ഉണ്ട്, പൈസീസ് ക്യാൻസർ സ്കോർപ്പിയോ ഉണ്ട്, ലിയോ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സൈൻസ് ഇവിടെ ഉള്ളത്. ജെമിനൈ ഉണ്ട്. അപ്പോൾ ഇതാണ് സയൻസ് ഞാൻ കാണുന്നത്. ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ ബുക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ എന്നെ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അതിൽ അയച്ചു തരും. കമൻറ്റ് ചെയ്യുക, ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.